ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. മൊബൈൽ സാങ്കേതിക വിദ്യയുടെ വികാസത്തിലൂടെ രാജ്യത്തെ താഴെത്തട്ടിലുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2020നെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.59%-ലെത്തി. പ്രതിദിന കേസുകൾ 50,000-ൽ താഴെയായി നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 60,000-ൽ താഴെ. ISLൽ ഇന്ന് ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. മൊബൈൽ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിലെ ദരിദ്രരും ദുർബലരുമായ ജനവിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2020നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഡിജിറ്റൽ രംഗത്ത് ഇന്ന് അനന്തമായ സാധ്യതകളാണുള്ളത്. ഒരു വലിയ സാങ്കേതിക വിപ്ലവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത്. അതോടൊപ്പം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം, മികച്ച വിദ്യാഭ്യാസം, കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ, ചെറുകിട ബിസിനസ്സുകൾക്ക് മികച്ച വിപണി തുടങ്ങിയവ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നേടാനാകുന്ന ചില ലക്ഷ്യങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഒന്നാംഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ പോളിംഗ് ശതമാനം 43.63%. തിരുവനന്തപുരം 40.11%, കൊല്ലം 43.55%, പത്തനംതിട്ട 44.53%, ആലപ്പുഴ 45.69%, ഇടുക്കി 44.27% എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെത്തുന്ന പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. കുട്ടികളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകരുത്. പേന കയ്യിൽ കരുതുക. മാസ്ക് താഴ്ത്തി സംസാരിക്കരുത്. ക്യൂവിൽ നിൽക്കുമ്പോഴും സാമൂഹിക അകലം പാലിക്കണം. സാനിറ്റൈസർ ഉപയോഗിക്കണം. ബൂത്തിനകത്ത് 3 വോട്ടർമാർ മാത്രം കയറുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ശ്രദ്ധേയ നേട്ടം. രാജ്യത്ത് ഇതുവരെ 92 ലക്ഷത്തോളം കോവിഡ് രോഗികൾ സുഖം പ്രാപിച്ചതോടെ രോഗമുക്തി നിരക്ക് 94.59%-ലെത്തി. 1.45 രാജ്യത്തെ മരണനിരക്ക്. കോവിഡ് വ്യാപനം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര നടപടികളുടെ ഫലമായി പ്രതിദിന കോവിഡ് കേസുകൾ 50,000-ൽ താഴെയായി നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിദിന കേസുകളേക്കാൾ കൂടുതലാണ് പ്രതിദിനം സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 3,83,000-ത്തോളം പേർ മാത്രമാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ ഉള്ളത്. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 60,000-ൽ താഴെയായി. എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്. അതിനിടെ ഇന്നലെ 3,272 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 4,705 പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗമുക്തർ തിരുവനന്തപുരം ജില്ലയിലാണ്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,80,00,000-മായി. ഇതിൽ 4,70,00,000 പേർ രോഗമുക്തി നേടി. 15.5 ലക്ഷത്തോളം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 1,94,00,000-ത്തോളം പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. അമേരിക്ക, റഷ്യ, ഇറ്റലി, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലും രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. തദ്ദേശീയമായി നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനായ കോവാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് ഉൽപ്പാദകരായ ഭാരത് ബയോടെക് ഡ്രഗ്സ് കൺട്രോളർ ജനറലിനെ സമീപിച്ചു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഫൈസർ എന്നിവയ്ക്ക് ശേഷം രാജ്യത്ത് കോവിഡ് വാക്സിന് അനുമതി തേടുന്ന മൂന്നാമത്തെ കമ്പനിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലുമായി സഹകരിച്ചാണ് ഭാരത് ബയോടെക് വാക്സിൻ നിർമ്മിച്ചത്. കോവാക്സിൻ നിലവിൽ 3ാം ഘട്ട പരീക്ഷണത്തിലാണ്. പരീക്ഷണഘട്ടം കഴിഞ്ഞ് വിശദാംശങ്ങൾ വിലയിരുത്തിയ ശേഷമാകും അന്തിമ അനുമതി നൽകുക.
ആന്ധ്രാപ്രദേശിലെ ഏലൂരിൽ അപൂർവ രോഗത്തെ തുടർന്ന് 480 പേർ ആശുപത്രിയിൽ 178 പേർ രോഗമുക്തരായി. കേന്ദ്ര സംഘവും ആരോഗ്യ വിദഗ്ധരും പ്രദേശത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ. ഇന്നലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി രോഗബാധിത പ്രദേശം സന്ദർശിച്ചിരുന്നു. രോഗബാധിതരെ നിരീക്ഷിക്കാനും സാഹചര്യം നേരിടാൻ ഉചിതമായ നടപടി സ്വീകരിക്കാനും ശ്രീ ജഗൻമോഹൻ റെഡ്ഡി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രോഗകാരണങ്ങൾ സംബന്ധിച്ച് വിവിധ പരിശോധനകൾ സ്ഥലത്ത് നടന്നുവരികയാണ്. വൈകിട്ടോടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച രാത്രിയാണ് അപൂർവമായ രോഗത്തെ തുടർന്ന് നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബോധക്ഷയം, ഛർദി, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. നിലവിൽ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച 3-അംഗ സംഘം ഇന്ന് ഏലൂരിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഐക്യരാഷ്ട്രസഭയുടെ 2020 ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അവാർഡിന് അർഹമായ ഇൻവെസ്റ്റ് ഇന്ത്യയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപക പ്രോത്സാഹന ഏജൻസിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ. യുഎന്നിന്റെ വ്യാപാര ഉച്ചകോടിയാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപക കേന്ദ്രമാക്കി ഉയർത്തുന്നതിനും വ്യാപാരം സുഗമമാക്കുന്നതിനും സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമാണ് പുരസ്കാരമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ അനുശോചനം അറിയിച്ചു. ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ശ്രീ മോദി ആവർത്തിച്ചു വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്നലെ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് വാക്സിൻ സംബന്ധിച്ച വിഷയങ്ങളും കോവിഡാനന്തര സാമ്പത്തിക പുനരുജ്ജീവന പദ്ധതികളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രതിരോധ സഹകരണം, സൈബർ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. ഐഎസ്എല്ലിൽ ഇന്ന് ബംഗളൂരു എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സി എടികെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. ഈ സീസണിൽ ജംഷഡ്പൂരിന്റെ ആദ്യ ജയമാണിത്. ഭാരത് ബന്ദ് മൂലം ഉത്തർപ്രദേശിൽ സാധാരണക്കാർക്ക് യാതൊരു അസൌകര്യവും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭരണനിർവഹണ ചുമതലയുള്ളവരും പോലീസ് ഉദ്യോഗസ്ഥരും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. ചില രാഷ്ട്രീയ പാർട്ടികളുടെ കാർഷിക നിയമങ്ങളിലുള്ള നിലപാട് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്ത് ഖാരിഫ് കാലത്തെ നെല്ലു സംഭരണത്തിൽ മികച്ച പുരോഗതി ഉണ്ടായതായി കേന്ദ്രം. ഇതുവരെ 344.86 ലക്ഷം മെട്രിക് ടൺ നെല്ല് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി സംഭരിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 22% വർധനവാണ് ഇത്തവണ ഉണ്ടായത്. 282.66 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് കഴിഞ്ഞ വർഷം സംഭരിച്ചത്. ആകെ നെല്ല് സംഭരണത്തിൽ 58.79% പഞ്ചാബിൽ നിന്നാണ്. 35 ലക്ഷത്തോളം കർഷകർക്ക് ഇതിലൂടെ പ്രയോജനം ലഭിച്ചുവെന്നും കേന്ദ്രം വ്യക്തമാക്കി. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് വാക്സിൻ എല്ലാവർക്കും നിർബന്ധമാക്കേണ്ടതില്ലെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്കും പ്രായമായവർക്കും വാക്സിൻ നിർബന്ധമാക്കുന്നത് കൂടുതൽ ഫലപ്രദമാകുമെന്ന് ലോകാരോഗ്യ സംഘടന. ലോകത്ത് രോഗബാധിതരുടെ എണ്ണം 6,80,00,000മായി. അതിനാൽ കോവിഡ് വ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വാക്സിൻ നിർബന്ധമാക്കേണ്ട സാഹചര്യം തള്ളിക്കളയാനാകില്ലെന്നും രോഗപ്രതിരോധ വിഭാഗം മേധാവി കെയ്റ്റ് ഒബ്രെയിൻ അറിയിച്ചു. ലോകാരോഗ്യ സംഘടന ഫൌണ്ടേഷന്റെ മേധാവിയായി ഇന്ത്യൻ വംശജനും ആഗോള ആരോഗ്യ വിദഗ്ധനുമായ അനിൽ സോണിയെ നിയമിച്ചു. അടുത്ത മാസം 1-ാം തീയതി അദ്ദേഹം ചുമതലയേൽക്കും. ലോകാരോഗ്യ സംഘടനയുടെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി 2020 മെയ് മാസത്തിൽ ആരംഭിച്ച WHO ഫൌണ്ടേഷന്റെ പ്രഥമ സിഇഒ ആണ് അനിൽ സോണി. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ സാങ്കേതിക വിദ്യയുടെ വികാസത്തിലൂടെ രാജ്യത്തെ താഴെത്തട്ടിലുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മൊബൈൽസ് കോൺഗ്രസ് 2020നെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.59%-ലെത്തി. പ്രതിദിന കേസുകൾ 50,000-ൽ താഴെയായി നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 60,000-ൽ താഴെ. ഐഎസ്എല്ലിൽ ഇന്ന് ബംഗളൂരു എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന
ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.